ദീപക് എന്ന 23 വയസ്സുകാരനായ യുവാവ് സാധാരണക്കാരനായ ഒരു സർക്കാർ ക്ലർക്കിന്റെ മകനായിരുന്നു. അവന്റെ കണ്ണുകളിൽ ആകാശമുട്ടുന്ന സ്വപ്നങ്ങളുണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്ത് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അവന് അഹമ്മദാബാദിലെ ഒരു വലിയ കമ്പനിയിൽ ജോലി ലഭിച്ചു. തന്റെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ തനിക്ക് കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. പുതിയ ഓഫീസ് പരിസരവും ഉത്തരവാദിത്തങ്ങളും അവനിൽ ആവേശം നിറച്ചു. അവിടെ വെച്ചാണ് അവൻ ആരാധ്യയെ കാണുന്നത്. അവളുടെ പേര് പോലെ തന്നെ പവിത്രമായ സ്വഭാവം ദീപകിനെ ആകർഷിച്ചു. ഉച്ചഭക്ഷണ സമയത്തെ സംസാരങ്ങൾ പതുക്കെ സൗഹൃദമായും പിന്നീട് ആഴത്തിലുള്ള പ്രണയവുമായി മാറി. അവർ ഒരേപോലെ സ്വപ്നം കാണുന്നവരായിരുന്നു. എന്നാൽ അവരുടെ പ്രണയത്തിന് മുന്നിൽ വലിയൊരു മതിൽക്കെട്ടുണ്ടായിരുന്നു. അത് പണമാണ്. ദീപക് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നുവെങ്കിൽ ആരാധ്യ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ മകളായിരുന്നു. പണവും പ്രതാപവും നിറഞ്ഞ അവളുടെ വീട്ടിൽ ദീപകിനെ പോലൊരു പാവപ്പെട്ടവനെ അംഗീകരിക്കുക അസാധ്യമായിരുന്നു. ആരാധ്യ തന്റെ വീട്ടിൽ ദീപകിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി. അവളുടെ അച്ഛൻ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. ദീപകിന്റെ സാമ്പത്തിക അവസ്ഥയെ അദ്ദേഹം പരിഹസിച്ചു. മറുവശത്ത് ദീപകിന്റെ മാതാപിതാക്കളും ഭയത്തിലായിരുന്നു. അത്രയും വലിയ വീട്ടുപേരിലെ പെൺകുട്ടി തങ്ങളുടെ ചെറിയ വീട്ടിൽ എങ്ങനെ പൊരുത്തപ്പെടുമെന്നായിരുന്നു അവരുടെ പേടി. ഇരുഭാഗത്തു നിന്നും എതിർപ്പുകൾ ശക്തമായപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു. ഒരു ദിവസം വീട്ടുകാർ അറിയാതെ അവർ വിവാഹം കഴിച്ച് ഒളിച്ചോടി. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് അവർ കരുതി. പക്ഷെ യഥാർത്ഥ പരീക്ഷണങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ആരാധ്യയുടെ പിതാവ് അവളെ സ്വത്തിൽ നിന്നും പുറത്താക്കി. ദീപകിന്റെ മാതാപിതാക്കളും അവരോടുള്ള ദേഷ്യത്തിൽ വീടിന്റെ വാതിലുകൾ അടച്ചു. അവർ രണ്ടുപേരും ഈ വലിയ ലോകത്ത് ഒറ്റക്കായി. ഇതിനിടയിൽ ആരാധ്യയുടെ അച്ഛൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ദീപകിന്റെ ജോലിയും ഇല്ലാതാക്കി. സ്വന്തം നഗരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ കയ്യിൽ കിട്ടിയ കുറച്ച് പൈസയുമായി അവർ സൂറത്തിലേക്ക് വണ്ടി കയറി. അവിടെ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഒരു തണൽ പോലും. സൂറത്തിലെ ആദ്യ നാളുകൾ അതികഠിനമായിരുന്നു. നഗരത്തിന്റെ പുറംപോക്കിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയുള്ള ഒരു ചെറിയ മുറി അവർ വാടകക്കെടുത്തു. മഴ പെയ്യുമ്പോൾ വീടിനുള്ളിൽ പാത്രങ്ങൾ നിരത്തിവെക്കേണ്ട അവസ്ഥ. പക്ഷെ അപ്പോഴും ദീപകിന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ ആരാധ്യയോട് പറയും, നീ കണ്ടോ, ഒരു ദിവസം നമ്മൾ സ്വന്തമായി ഒരു കൊട്ടാരം പണിയും. എന്നാൽ ആ വാക്കുകളിൽ വിശ്വസിക്കാൻ ആരാധ്യക്ക് പതുക്കെ പ്രയാസമായി തുടങ്ങി. പട്ടിണി പടിവാതിൽക്കൽ എത്തിയപ്പോൾ ദീപകിന് തന്റെ എഞ്ചിനീയറിംഗ് ബിരുദം മറന്ന് എന്തെങ്കിലും ജോലി ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയായി. അങ്ങനെ ഒരു എഞ്ചിനീയർ ആയിരുന്ന ദീപക് തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ പെട്ടിയിൽ ഒളിപ്പിച്ച് കൂലിപ്പണിക്കായി പോയി തുടങ്ങി. ദാരിദ്ര്യത്തിന്റെ കൈപ്പേറിയ അധ്യായങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. സൂറത്ത് എന്ന വലിയ നഗരം ദീപകിന് നൽകിയത് ഒരു അഭയാർത്ഥിയുടെ പരിഗണന മാത്രമായിരുന്നു. പണ്ട് അഹമ്മദാബാദിൽ ടൈ കെട്ടി ഓഫീസിൽ പോയിരുന്ന ദീപക് ഇന്ന് വെയിലത്ത് നിൽക്കുകയാണ്. കൂലിപ്പണിക്കാരെ ആവശ്യമുള്ളവർ വന്ന് ആളുകളെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ കവലയിൽ തന്റെ ഊഴത്തിനായി അവൻ കാത്തുനിന്നു. ആദ്യമൊക്കെ പണിക്കാർ അവനെ സംശയത്തോടെയാണ് നോക്കിയത്. വെളുത്തു തുടുത്ത കൈകളുള്ള പരിക്കൻ പണികൾ ചെയ്തു ശീലമില്ലാത്ത ആ യുവാവിന് ഭാരം ചുമക്കാൻ കഴിയുമോ എന്നവർ സംശയിച്ചു. അവസാനം ഒരു കെട്ടിട നിർമ്മാണ സൈറ്റിൽ അവന് പണി കിട്ടി. 50 കിലോ തൂക്കമുള്ള സിമന്റ് ചാക്കുകൾ തോളിലേറ്റി ഏണിപ്പടികൾ കയറുകയായിരുന്നു ആദ്യത്തെ ജോലി. പേന മാത്രം പിടിച്ചു ശീലിച്ച അവന്റെ വിരലുകൾ സിമന്റിന്റെയും മണലിന്റെയും കാഠിന്യത്തിൽ പൊട്ടിമുറിഞ്ഞു. തോളിലെ തൊലി ഉരിഞ്ഞുപോയി. ഓരോ തവണ ഭാരം ചുമക്കുമ്പോഴും അവന്റെ നട്ടിൽ പൊട്ടുന്നതുപോലെ തോന്നി. എങ്കിലും വൈകുന്നേരം കിട്ടുന്ന ആ തുച്ഛമായ കൂലി കാണുമ്പോൾ അവൻ വേദനകൾ മറന്നു. ആ പണം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരാധ്യക്ക് അവളുടെ പ്രിയപ്പെട്ട മുല്ലപ്പൂവോ 1 കിലോ പഴമോ വാങ്ങാൻ അവൻ മറന്നില്ല. താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവൾ അറിയാതിരിക്കാൻ അവൻ എപ്പോഴും ശ്രമിച്ചു. എന്നാൽ ആരാധ്യയുടെ ഉള്ളിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നു. നഗരത്തിലെ വലിയ മാളുകളും സുഖ സൗകര്യങ്ങളും കാണുമ്പോൾ അവൾ തന്റെ പഴയ ജീവിതം ഓർത്തു. ദീപകിനോടുള്ള പ്രണയത്തിന്റെ ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടവൾക്ക് പട്ടിണിയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ചോർന്നൊലിക്കുന്ന ആ ചെറിയ മുറിയിലെ ജീവിതം അവളെ ശ്വാസം മുട്ടിച്ചു. ദീപക് വരുമ്പോൾ അവൾ പലപ്പോഴും മിണ്ടാതെയിരുന്നു, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ടു. ദീപക്കും വെറുതെ ഇരുന്നില്ല. പകൽ കഠിനമായ കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയിൽ ഒരു ചെറിയ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയും അവൻ ഏറ്റെടുത്തു. ഉറക്കമില്ലാത്ത രാത്രികൾ അവന്റെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീഴ്ത്തി. ശരീരം മെലിഞ്ഞുണങ്ങി. എങ്കിലും ആരാധ്യയോടുള്ള സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ്, നമ്മൾ ഉടനെ വലിയൊരു വീട്ടിലേക്ക് മാറും എന്നവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നാണ്. 2 വർഷത്തിനു ശേഷം അവരുടെ ജീവിതത്തിലേക്ക് അൻവി എന്ന മകൾ കടന്നു വന്നു. ഒരു കുഞ്ഞിന്റെ ചിരി ആ കൊച്ചുമുറിയിൽ പ്രകാശം പരത്തേണ്ടതായിരുന്നു. ദീപകിന് അത്
പുതിയൊരു ഊർജമായി മാറി. തന്റെ മകൾക്ക് ലോകത്തിലെ എല്ലാ സുഖങ്ങളും നൽകുമെന്ന് അവൻ ഉറപ്പിച്ചു. എന്നാൽ ആരാധ്യയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ ജനനം കൂടുതൽ സാമ്പത്തിക ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമാണ് അടിച്ചേൽപ്പിച്ചത്. ഒരു കുഞ്ഞിനെ വളർത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പാല് വാങ്ങാനും മരുന്നിനുള്ള പണം കണ്ടെത്താൻ ദീപക് കൂടുതൽ സമയം പണിയെടുത്തു. ഇതോടെ അവർക്കിടയിലുള്ള ദൂരം വർദ്ധിച്ചു. ആരാധ്യ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് ഗേൾ ആയി അവൾ പണിക്ക് കയറി. അവിടെ വെച്ചാണ് അവൾ വിക്രം എന്ന മനുഷ്യനെ പരിചയപ്പെടുന്നത്. പണവും പദവിയുമുള്ള വിക്രം ആരാധ്യയുടെ ജീവിതത്തിലെ അഭാവങ്ങൾ നീക്കാൻ തയ്യാറായി നിന്നു. ദീപകിന്റെ വിയർപ്പ് ഗന്ധത്തേക്കാൾ അവൾക്ക് ഇഷ്ടം വിക്രമിന്റെ പെർഫ്യൂം മണമായിരുന്നു. ദീപകിന്റെ സ്നേഹത്തേക്കാൾ അവൾക്ക് പ്രിയപ്പെട്ടത് വിക്രം നൽകിയ വില കൂടിയ സമ്മാനങ്ങളായി മാറി. ദീപക് തന്റെ മകളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അധ്വാനിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ അടിത്തറ ഇളകുന്നത് അവൻ അറിഞ്ഞില്ല. പകൽ മുഴുവൻ വെയിലത്ത് ഇഷ്ടിക ചുമക്കുമ്പോഴും അവന്റെ ഉള്ളിൽ മകളുടെ നിഷ്കളങ്കമായ മുഖമായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്റെ തഴമ്പിച്ച കൈകൾ കൊണ്ട് അവളെ തൊടാൻ അവൻ മടിച്ചു. അവൾക്ക് വേദനിച്ചാലോ എന്നവൻ ഭയന്നു. എങ്കിലും അൻവിയുടെ ഓരോ പുഞ്ചിരിയും ദീപകിന് നൽകിയത് 1000 സിംഹങ്ങളുടെ കരുത്തായിരുന്നു. എന്നാൽ ആരാധ്യയുടെ ഉള്ളിൽ പഴയ പ്രണയം ഉണ്ടായിരുന്നില്ല. അഹമ്മദാബാദിലെ കൊട്ടാരം പോലുള്ള വീട്ടിൽ വളർന്നവൾക്ക് ഒരു ചെറിയ കടയിൽ മണിക്കൂറുകളോളം നിന്ന് ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്നത് കഠിനമായ ശിക്ഷയായിരുന്നു. ഓരോ ദിവസവും വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അവൾ ദീപകിനെ കൂടുതൽ വെറുക്കാൻ തുടങ്ങി. താൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണം ദീപകിനോടുള്ള പ്രണയമാണെന്ന് അവൾ വിശ്വസിച്ചു. എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. പണമില്ലാതെ പ്രണയം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. വിക്രം ആരാധ്യയുടെ കഷ്ടപ്പാടുകൾ ശ്രദ്ധിച്ചു. അവളോട് അമിതമായ സഹതാപം പ്രകടിപ്പിക്കുകയും ഇടയ്ക്കിടെ കാറിൽ വീട്ടിലാക്കി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ദീപകുമായി ഓരോ ദിവസവും വഴക്കുകൾ പതിവായി. ദീപക് രാവും പകലും പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം ആ വീടിന്റെ വാടകയ്ക്ക് പോലും തികയുമായിരുന്നില്ല. ആരാധ്യയുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദീപക് ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാധ്യ പഴയതുപോലെ തൻവിയെ ലാളിക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി. അവൾ എപ്പോഴും ഫോണിൽ തിരക്കിലായിരുന്നു. ദീപക് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ ദേഷ്യപ്പെടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എനിക്ക് സുഖസൗകര്യങ്ങൾ നൽകാൻ കഴിയുമോ? എത്ര കാലം ഞാൻ ഈ നരകത്തിൽ ഇങ്ങനെ കഴിയണം എന്ന അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ദീപക് നിശബ്ദനായി നിന്നു. അവൻ തന്റെ പണി കൂടുതൽ കഠിനമാക്കി. ഒരു ദിവസം പോലും വിശ്രമിക്കാതെ അവൻ അധ്വാനിച്ചു. കൂലിപ്പണിക്കു പുറമെ പാത്രങ്ങൾ കഴുകാനും പോയി. തന്റെ ആരോഗ്യം നശിക്കുന്നത് അവൻ കാര്യമാക്കിയില്ല. തന്റെ മകൾക്ക് നല്ലൊരു ഭാവി നൽകുക എന്നത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. വിക്രം ആരാധ്യക്ക് വില കൂടിയ ഫോണുകളും വസ്ത്രങ്ങളും സമ്മാനമായി നൽകാൻ തുടങ്ങി. ദീപക് ഇതൊക്കെ ചോദിച്ചപ്പോൾ ഓഫീസിലെ സമ്മാനമാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ കബളിപ്പിച്ചു. ദീപകിന്റെ ജീവിതം ഒരു വശത്ത് അധ്വാനവും മകളോടുള്ള സ്നേഹവുമായി നീങ്ങുമ്പോൾ മറുവശത്ത് തന്റെ കുടുംബത്തിന്റെ വേരുകൾ അറുത്തു മാറ്റപ്പെടുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അൻവി തന്റെ അച്ഛന്റെ തോളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ആരാധ്യ തന്റെ പുതിയ ജീവിതത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം ദീപക് പണി കഴിഞ്ഞ് ക്ഷീണിതനായി എത്തുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദാരിദ്ര്യം അവളുടെ സ്നേഹത്തെ പൂർണ്ണമായും കൊന്നു കളഞ്ഞിരുന്നു. ആ രാത്രി ദീപക് എന്നത്തേക്കാളും ക്ഷീണിതനായിരുന്നു. നിർമ്മാണ സൈറ്റിൽ അധിക നേരം പണിയെടുത്തതിനാൽ അവന്റെ ശരീരം വേദന കൊണ്ട് പൊളയുകയായിരുന്നു. എങ്കിലും കയ്യിലുള്ള ചെറിയ കവറിൽ അൻവിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മിഠായികൾ ഉണ്ടായിരുന്നു. ആ ചിന്തയിൽ അവൻ വേഗത്തിൽ നടന്നു. ചോർന്നൊലിക്കുന്ന ആ ചെറിയ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ പതിവില്ലാത്ത ഒരു നിശബ്ദത അവനെ വരവേറ്റു. ഉള്ളിൽ നിന്ന് അൻവിയുടെ തേങ്ങൽ കേൾക്കാമായിരുന്നു. ദീപക് വേഗം വാതിൽ തുറന്നു. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. ഒരു മൂലയിൽ തറയിലിരുന്ന് അൻവി കരയുകയാണ്. അവൾ പേടിച്ചിരുന്നു. ദീപക് അവളെ വാരിയെടുത്ത് ആശ്വസിപ്പിച്ചു. അമ്മ എവിടെ മോളെ എന്ന ചോദ്യത്തിന് മറുപടിയായി അൻവി മേശപ്പുറത്തിരുന്ന ഒരു കഷ്ണം കടലാസിലേക്ക് വിരൽ ചൂണ്ടി. വിറക്കുന്ന കൈകളോടെ ദീപക് ആ കത്തെടുത്തു. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്താൽ അവൻ അത് വായിച്ചു. ആരാധ്യ എഴുതിയതായിരുന്നു അത്. അതിലെ വരികൾ ദീപകിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ദീപക്, എനിക്ക് ഈ ദാരിദ്ര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും കഴിയാൻ കഴിയില്ല. ഞാൻ വിക്രമിനൊപ്പം പോവുകയാണ്. അയാൾ എനിക്ക് ഞാൻ അർഹിക്കുന്ന സുഖസൗകര്യങ്ങൾ നൽകും. എന്നെ തിരഞ്ഞു വരാൻ ശ്രമിക്കരുത്. അൻവിയെ നീ നോക്കിക്കോളുക. പണമില്ലാത്ത നിന്റെ കൂടെ കഴിയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഈ ജീവിതമാണ്. കത്ത് കൈകളിൽ നിന്ന് താഴെ വീണു. ദീപകിന്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അവൻ തറയിലിരുന്ന് പോയി. സ്നേഹിച്ച പെണ്ണ്, തനിക്കൊപ്പം ഇറങ്ങി വന്നവൾ, പണത്തിനു വേണ്ടി തന്റെ കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. നഗരത്തിലെ കൊടും ചൂടിലും തണുപ്പിലും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെല്ലാം ഒരു നിമിഷം കൊണ്ട് വെറുതെയായി തോന്നി. തന്നെയും മകളെയും ഈ ചോർന്നൊലിക്കുന്ന മുറിയിൽ മരിക്കാൻ വിട്ടുകൊടുത്തിട്ടാണ് അവൾ
അവൾ പോയത്. ആ രാത്രി ദീപക് കരഞ്ഞില്ല. അവന്റെ ഉള്ളിൽ കണ്ണുനീരിനു പകരം ഒരു അഗ്നി പടരുകയായിരുന്നു. അൻവി തന്റെ അച്ഛന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോയി. അവളുടെ പിഞ്ചു മുഖത്തേക്ക് നോക്കിയപ്പോൾ ദീപകിന്റെ ഉള്ളിൽ പകയും സങ്കടവും മാറി പുതിയൊരു ഉറച്ച തീരുമാനം രൂപപ്പെട്ടു. ആരാധ്യ അവനെ ഒരു പരാജയമായി കണ്ടാണ് പോയത്. അവൾക്ക് മുന്നിൽ ഒരു വലിയ മനുഷ്യനായി വളർന്നു കാണിക്കണമെന്ന വാശി അവന്റെ ഉള്ളിൽ ഉദിച്ചു. പിറ്റേന്ന് രാവിലെ ഉദിച്ച സൂര്യൻ കണ്ടത് പഴയ ദീപകിനെയല്ല. അവന്റെ കണ്ണുകളിൽ പ്രണയത്തിന്റെ തിളക്കമില്ലായിരുന്നു, പകരം കഠിനമായ നിശ്ചയദാർഢ്യമായിരുന്നു. അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു, ആരാധ്യ, നീ എന്നെ ദുർബലനായി കണ്ടാണ് പോയത്. ഇനി ദീപക് വീണ്ടും ഉദിക്കുന്നത് ഈ ലോകം കാണും. ആ വെളിച്ചത്തിന് സൂര്യനേക്കാൾ കരുത്തുണ്ടാകും. അവൻ അൻവിയെ ഉണർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോളെ, ഇന്നു മുതൽ നിനക്ക് അച്ഛനും അമ്മയും ഞാൻ തന്നെയാണ്. നമ്മളിനി കരയില്ല, നമ്മൾ പോരാടും. ആ നിമിഷം മുതൽ ദീപകിന്റെ ജീവിതം ഒരു യുദ്ധമായി മാറി. തകർന്ന ഹൃദയവുമായി അവൻ വീണ്ടും പണിക്ക് നടന്നു. പക്ഷെ ഇത്തവണ അവന്റെ നടത്തത്തിന് ഒരു പ്രത്യേക വേഗതയുണ്ടായിരുന്നു. ദാരിദ്ര്യം തന്റെ മകളെ തൊടാൻ അവൻ അനുവദിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു. ആരാധ്യ പോയത് ദീപകിന്റെ തകർച്ചക്കല്ല, മറിച്ച് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉദയത്തിനുള്ള തുടക്കമായിരുന്നു. പട്ടിണിയും പരിഹാസവും അവനെ തളർത്താൻ ശ്രമിച്ചെങ്കിലും മകളുടെ പുഞ്ചിരി അവന് കവചമായി മാറി. അവൻ തന്റെ ആദ്യത്തെ ചുവട് വെച്ചു. ആരാധ്യയുടെ വേർപാട് ദീപകിനെ മാനസികമായി തളർത്തിയെങ്കിലും അൻവിയുടെ നിഷ്കളങ്കമായ മുഖം അവനെ തളരാൻ അനുവദിച്ചില്ല. തന്റെ മകൾക്ക് അമ്മയുടെ കുറവ് അറിയിക്കാതെ വളർത്തുക എന്നത് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറി. ദീപകിന്റെ ജീവിതം ഇപ്പോൾ ഒരു ടൈം ടേബിൾ പോലെ കൃത്യമായിരുന്നു. പുലർച്ചെ 4 മണിക്ക് അവൻ എഴുന്നേൽക്കും. ഉറക്കമില്ലാത്ത കണ്ണുകളുമായി അവൻ വീട്ടുജോലികൾ ആരംഭിക്കും. ഭക്ഷണം പാകം ചെയ്യുന്നതും തുണി കഴുകുന്നതും അൻവിയെ കുളിപ്പിക്കുന്നതും എല്ലാം അവൻ തന്നെ ചെയ്തു. ആദ്യമൊക്കെ ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവളുടെ മുടി ചീകിക്കൊടുക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും അവന്റെ തഴമ്പിച്ച കൈകൾ വിറക്കുമായിരുന്നു. എന്നാൽ സ്നേഹം അവനെ എല്ലാം പഠിപ്പിച്ചു. അൻവിയെ അയൽപ്പക്കത്തെ ഒരു വൃദ്ധയുടെ അടുത്ത് സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷമാണ് അവൻ പണിക്ക് പോയിരുന്നത്. തന്റെ അധ്വാനത്തിൽ നിന്ന് ചെറിയൊരു തുക അവൻ ആ വൃദ്ധക്ക് നൽകി. എന്റെ മോൾക്ക് ഒരു വിഷമവും ഉണ്ടാകരുത് എന്നായിരുന്നു അവന്റെ ഏക അപേക്ഷ. നിർമ്മാണ സൈറ്റിൽ ദീപക് ഇപ്പോൾ വെറും ഒരു കൂലിപ്പണിക്കാരനായിരുന്നില്ല, പകരം അവിടുത്തെ ഏറ്റവും വലിയ അധ്വാനിയായിരുന്നു. കൂടെയുള്ള പണിക്കാർ ഉച്ച സമയത്ത് വിശ്രമിക്കുമ്പോഴും സിഗരറ്റ് വലിക്കുമ്പോഴും ദീപക് പണിയിൽ തന്നെ മുഴുകിയിരിക്കും. വേനലിലെ കഠിനമായ വെയിലിൽ ശരീരം വെന്തൊരുകുമ്പോഴും മഴവിൽ കാണുന്ന ഭാവിയായിരുന്നു അവന്റെ ഉള്ളിൽ. അവൻ ഓരോ ഇഷ്ടികയും ചുമന്ന് പടികൾ കയറുമ്പോൾ മനസ്സിൽ കണക്കുകൂട്ടും. ഇന്ന് 5 ഇഷ്ടിക കൂടുതൽ ചുമന്നാൽ മകൾക്ക് നാളെ പുതിയൊരു പുസ്തകം വാങ്ങാം. ദാരിദ്ര്യം അവനെ വിട്ടുമാറിയിരുന്നില്ല. പലപ്പോഴും അൻവിക്ക് നല്ല ഭക്ഷണം നൽകാൻ വേണ്ടി ദീപക് പട്ടിണി കിടന്നു. വൈകുന്നേരം മടങ്ങി വരുമ്പോൾ തളർന്നു വീഴാതിരിക്കാൻ അവൻ വെള്ളം കുടിച്ച് വിശപ്പടക്കി. എന്നാൽ അൻവിയുടെ അടുത്തെത്തിയാൽ അവൻ എല്ലാ വേദനകളും മറക്കും. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അച്ഛ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഐശ്വര്യവും തന്റെ കയ്യിലുണ്ടെന്ന് അവൻ തോന്നുമായിരുന്നു. അൻവിക്ക് 5-ാം വയസ്സിൽ നഗരത്തിലെ ഒരു നല്ല സ്വകാര്യ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. അത് ദീപകിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അതിന്റെ ഫീസ് അടക്കാൻ തന്റെ കൈവശമുള്ള പണം തികയുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ രാത്രിയും ജോലി ചെയ്യാൻ തീരുമാനിച്ചു. പകൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്ത ശേഷം രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ചരക്ക് ഇറക്കുന്ന പണിക്ക് അവൻ പോയി തുടങ്ങി. ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ ശാരീരികമായി തകർത്തു. കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിഞ്ഞുപോയി. അമിതമായ അധ്വാനം കാരണം അവന്റെ കൈകൾ കല്ലുപോലെ കടുപ്പമേറിയതായി മാറി. എങ്കിലും സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന മകളുടെ ഫോട്ടോ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയും. എന്റെ മകൾ ഒരു റാണിയാകണം, അവൾക്ക് ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരരുത്, അവൻ സ്വയം പറയും. ദീപകിന്റെ ഓരോ വിയർപ്പ് തുള്ളിയും അൻവിയുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമായിരുന്നു. തന്റെ കഷ്ടപ്പാടുകൾ അവൾ അറിയാതിരിക്കാൻ അവൻ എപ്പോഴും ശ്രദ്ധിച്ചു. താൻ കീറിയ ചെരുപ്പുകൾ ധരിക്കുമ്പോഴും മകൾക്ക് തിളങ്ങുന്ന പുതിയ ഷൂസുകൾ വാങ്ങാൻ അവൻ മടിച്ചില്ല. എന്നാൽ വിധി വീണ്ടും അവനെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ദീപകിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ അപകടം ഒരു നിഴല് പോലെ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു മഴക്കാലത്തായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. നിർമ്മാണത്തിലിരുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ 2-ാം നിലയിൽ ഇഷ്ടികകൾ അടുക്കുകയായിരുന്നു ദീപക്. മഴ പെയ്തു കുതിർന്ന പ്ലാറ്റ്ഫോമിൽ കാല് വഴുതിയ അവൻ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചു. ബോധം തെളിയുമ്പോൾ അവൻ സർക്കാർ ആശുപത്രിയിലെ ഒരു തണുത്ത കിടക്കയിലായിരുന്നു. അവന്റെ വലതുകാലിന്റെ എല്ലുകൾ തകർന്നിരുന്നു. 3 മാസത്തേക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കരുത്. കാലിന് ആയാസം കൊടുത്താൽ ജീവിതകാലം മുഴുവൻ മുടന്തനാകേണ്ടി വരും. ഡോക്ടറുടെ വാക്കുകൾ ഒരു ബോംബ് പോലെ അവന്റെ കാതുകളിൽ പതിച്ചു. 3 മാസം ജോലിയില്ല എന്ന് പറഞ്ഞാൽ 3 മാസം വരുമാനമില്ല എന്നർത്ഥം. അൻവിയുടെ സ്കൂൾ ഫീസ്, വീട്ടുവാടക, ഭക്ഷണം എല്ലാം എങ്ങനെ നടക്കും?
കിടക്കും. വീട്ടിലെ ചോർന്നൊലിക്കുന്ന മുറിയിൽ ദീപക് നിസ്സഹായനായി കിടന്നു. പുറത്ത് പെരുമഴ പെയ്യുന്നുണ്ടായിരുന്നു. മേൽക്കൂരയിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം പാത്രത്തിൽ വീണ് ഉണ്ടാകുന്ന ശബ്ദം അവന്റെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിച്ചു. ആ രാത്രി അൻവി വിശക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ അടുത്തു വന്നു. മകൾക്ക് ഒരു നേരം കൊടുക്കാൻ ഒരു കഷ്ണം ബ്രെഡ് പോലും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മകളുടെ വിശപ്പിന് മുന്നിൽ ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. തന്റെ കഴിവില്ലായ്മയോർത്ത് അവൻ സ്വയം ശപിച്ചു. ഒരു നിമിഷം അവൻ ആലോചിച്ചു, എല്ലാം അവസാനിച്ചല്ലോ. അപ്പോഴാണ് മുറിയുടെ മൂലയിൽ ഇരുന്ന ചില പഴയ പുസ്തകങ്ങൾ അവന്റെ കണ്ണിൽ പെട്ടത്. ജോലി സ്ഥലത്തെ ചപ്പുചവറുകൾക്കിടയിൽ നിന്ന് അൻവിക്ക് വായിക്കാൻ വേണ്ടി അവൻ പെറുക്കിക്കൊണ്ട് വന്നതായിരുന്നു അവ. അതിൽ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് കൊട്ടാരങ്ങൾ പണിയാമെങ്കിൽ നിനക്കായി ഒരു കുടിൽ പണിയാൻ നിനക്ക് കഴിയില്ലേ? ആ വരികൾ ദീപകിന്റെ തലയിൽ മിന്നൽ പോലെ പതിച്ചു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. വർഷങ്ങളായി അവൻ വലിയ കരാറുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ എങ്ങനെ പണിയണം, ഭിത്തികൾ എങ്ങനെ ഉയർത്തണം, മേൽക്കൂര എങ്ങനെ വാർക്കണം എന്നെല്ലാം അവന് മനഃപ്പാടമാണ്. പിന്നെ എന്തിനാണ് താൻ വെറും ഒരു കൂലിപ്പണിക്കാരനായി മാത്രം തുടരുന്നത്? തനിക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഒരു പണി ഏറ്റെടുത്തുകൂടാ? ആ ചിന്ത അവന് പുതിയൊരു ഉന്മേഷം നൽകി. കാലിലെ വേദനയേക്കാൾ വലുതായിരുന്നു ആ സ്വപ്നത്തിന്റെ കരുത്ത്. പൂർണ്ണമായും സുഖമാകുന്നതിന് മുമ്പേ ഒരു വടിയുടെ സഹായത്തോടെ ദീപക് പുറത്തിറങ്ങി. തനിക്കൊപ്പം ജോലി ചെയ്തിരുന്ന തന്റെ അധ്വാനത്തെ മാനിക്കുന്ന 4 പണിക്കാരെ അവൻ വിളിച്ചുകൂട്ടി. എന്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പണമില്ല, പക്ഷെ എന്റെ വാക്കുകളുണ്ട്. ഈ പണി തീർക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പൈസയും ഞാൻ നൽകും. നിങ്ങൾ കൂടി ഉണ്ടാകുമോ? അവന്റെ സത്യസന്ധത അറിയാവുന്ന അവർ സമ്മതം മൂളി. ഒരു ചെറിയ വീടിന്റെ അറ്റകുറ്റപ്പണി അവൻ ഏറ്റെടുത്തു. തകർന്ന കാലുമായി വടി കുത്തിനിന്ന് അവൻ ആ പണിക്ക് നേതൃത്വം നൽകി. സിമന്റും മണലും കൃത്യമായ അളവിൽ ചേർക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തി. സത്യസന്ധമായ ആ അധ്വാനത്തിന്റെ ഫലം ഗംഭീരമായിരുന്നു. വീടുടമസ്ഥൻ സന്തോഷത്തോടെ അവന് പ്രതിഫലത്തിനു പുറമെ പാരിതോഷികവും നൽകി. അതായിരുന്നു അൻവി കൺസ്ട്രക്ഷൻസിന്റെ ആദ്യ ചുവടുവെപ്പ്. താൻ വീണ അതേ മണ്ണിൽ നിന്ന് 10 മടങ്ങ് കരുത്തോടെ ദീപക് എഴുന്നേൽക്കുകയായിരുന്നു. അവൻ മകളോട് പറഞ്ഞു, മോളെ, നമ്മുടെ കൊട്ടാരത്തിനുള്ള ആദ്യത്തെ കല്ല് പാകിയിരിക്കുന്നു. ഒരു വടിയുടെ സഹായത്തോടെയാണെങ്കിലും ദീപക് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി തുടങ്ങിക്കഴിഞ്ഞു. തന്റെ മകളുടെ പേരിൽ അവൻ ആരംഭിച്ച അൻവി കൺസ്ട്രക്ഷൻസ് എന്ന കൊച്ചു സ്ഥാപനം വലിയൊരു പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു. ആദ്യത്തെ ചെറിയ ജോലി വിജയകരമായി പൂർത്തിയാക്കിയതോടെ ദീപകിന് ആത്മവിശ്വാസം വർദ്ധിച്ചു. അവന്റെ സത്യസന്ധതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കണ്ട വീട്ടുടമസ്ഥൻ തന്റെ സുഹൃത്തുക്കൾക്കും ദീപകിന്റെ പേര് നിർദ്ദേശിച്ചു നൽകി. എന്നാൽ ഈ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. നഗരത്തിലെ വലിയ കരാറുകാർക്കും കോൺട്രാക്ടർമാർക്കും ദീപകിന്റെ ഉദയം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ വരെ ഞങ്ങളുടെ കീഴിൽ മണ്ണും സിമന്റും ചുമന്ന ഈ മുടന്തൻ എങ്ങനെയാണ് വലിയ പണികൾ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. പലപ്പോഴും ദീപകിന് ലഭിക്കേണ്ട വലിയ കരാറുകൾ അവർ തടസ്സപ്പെടുത്തി. മറ്റ് തൊഴിലാളികളെ ദീപകിന്റെ കൂടെ ജോലി ചെയ്യുന്നതിൽ നിന്ന് അവർ ഭീഷണിപ്പെടുത്തി അകറ്റി. എങ്കിലും ദീപകിനൊപ്പം നിന്ന ആ 4 പണിക്കാർ അവനെ കൈവിട്ടില്ല. അവർക്ക് ദീപക് വെറും ഒരു മുതലാളിയായിരുന്നില്ല, മറിച്ച് തങ്ങളിൽ ഒരാളായിരുന്നു. ദീപകിന്റെ പ്രവർത്തന രീതി മറ്റ് കരാറുകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പലരും ലാഭം കൂട്ടാൻ വേണ്ടി സിമന്റിൽ മണ്ണ് അധികമായി ചേർക്കുമ്പോൾ ദീപക് തന്റെ ലാഭം കുറച്ചാണെങ്കിലും ഏറ്റവും മികച്ച സിമന്റും വസ്തുക്കളും തന്നെ ഉപയോഗിച്ചു. നമ്മൾ പണിയുന്നത് വെറും കെട്ടിടങ്ങളല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് എന്നവൻ തന്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയും. സ്വന്തം വീട് പണിയുന്ന അതേ ജാഗ്രതയോടെ അവൻ ഓരോ മതിലും ഉയർത്തി. ഈ സമയത്താണ് നഗരത്തിലെ ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ഫാം ഹൗസ് നിർമ്മിക്കാനായി ഒരു ടെൻഡർ വിളിച്ചത്. വലിയ വലിയ കമ്പനികൾ ലക്ഷങ്ങൾ വിലയിട്ട് ആ പണിക്കായി കൊട്ടേഷൻ എടുക്കാൻ തയ്യാറായി. ദീപകും തന്റെ പ്ലാനുമായി ആ ഓഫീസിലെത്തി. അവിടെയും പരിഹാസങ്ങൾ അവനെ പിന്തുടർന്നു. കോട്ടും സ്യൂട്ടും ധരിച്ചെത്തിയ സമ്പന്നരായ കരാറുകാർക്കിടയിൽ സാധാരണ വസ്ത്രം ധരിച്ച ലാത്തി കുത്തി വന്ന ദീപക് ഒരു അത്ഭുതമായിരുന്നു. ഉദ്യോഗസ്ഥൻ ദീപകിനോട് ചോദിച്ചു, ബാക്കിയുള്ളവർക്കെല്ലാം വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്, വലിയ യന്ത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്താണുള്ളത്? ദീപക് ശാന്തനായി മറുപടി നൽകി, സർ, അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വീട് പണിയുന്നു. ഞാൻ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പണിയുന്നത്. എന്റെ ഓരോ ഇഷ്ടികയും എന്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിലൊരിക്കലും വഞ്ചന ഉണ്ടാവില്ല. അവന്റെ വാക്കുകളിലെ ഉറപ്പ് ആ ഉദ്യോഗസ്ഥനെ ആകർഷിച്ചു. ആ വലിയ പ്രൊജക്ട് ദീപകിന് ലഭിച്ചു. അതൊരു പരീക്ഷണമായിരുന്നു. ദിവസം 18 മണിക്കൂർ വീതം അവൻ ആ സൈറ്റിൽ ചെലവഴിച്ചു. മകൾ അൻവിയെയും കൂട്ടി അവൻ പലപ്പോഴും സൈറ്റിൽ വരും. താൻ പണിയുന്ന വലിയ മതിലുകൾ മകൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു. ഫാം ഹൗസിന്റെ പണി പൂർത്തിയായപ്പോൾ അത് നഗരത്തിലെ തന്നെ ഒരു സംസാര വിഷയമായി മാറി. ദീപകിന്റെ നിർമ്മാണത്തിലെ കൃത്യതയും ഭംഗിയും എല്ലാവരെയും അമ്പരപ്പിച്ചു. അതോടെ ദീപകിനെ തേടി വലിയ പ്രൊജക്ടുകൾ ഒഴുകിയെത്തി. അൻവി കൺസ്ട്രക്ഷൻ പതുക്കെ ഒരു ബ്രാൻഡ്
ബ്രാൻഡായി വളരാൻ തുടങ്ങി. സാമ്പത്തികമായി ദീപക് മെച്ചപ്പെട്ടു. ചോർന്നൊലിക്കുന്ന മുറിയിൽ നിന്നും അവർ വാടക കുറഞ്ഞ് കുറച്ചും കൂടി നല്ലൊരു വീട്ടിലേക്ക് മാറി. മകൾ അൻവി ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കുന്നു. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ ദീപകിന് കഴിയുന്നുണ്ട്. എന്നാൽ വിജയം ദീപകിനെ അഹങ്കാരിയാക്കിയില്ല. താൻ പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവൻ മറന്നില്ല. പട്ടിണി കിടന്ന ആ രാത്രികളാണ് തന്റെ കരുത്തെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അവന്റെ ജീവിതം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. ഈ സമയത്താണ് അവന്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ മറ്റൊരു ഭാഗ്യം വന്നു ചേരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദീപക് ഒരു സാധാരണ കൂലിപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന കാലത്ത് അവന്റെ ഒരു സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം ഒരു പുതിയ കമ്പനിയുടെ കുറച്ച് ഓഹരികൾ അവൻ വാങ്ങിയിരുന്നു. തുച്ഛമായ തുകയായിരുന്നു അന്ന് അതിനായി ചെലവാക്കിയത്. കഷ്ടപ്പാടുകൾക്കിടയിൽ ദീപക് ആ നിക്ഷേപത്തെക്കുറിച്ച് പൂർണ്ണമായും മറന്നുപോയിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി അവന് ഒരു വിവരം ലഭിച്ചു. ആ കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായി ലയിച്ചിരിക്കുന്നു. ദീപക് പണ്ട് നിക്ഷേപിച്ച ആ ചെറിയ തുക ഇന്ന് ലക്ഷങ്ങളായി വളർന്നിരിക്കുന്നു. ഈ വലിയ തുക ദീപകിന് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനുള്ള ഇന്ധനമായി മാറി. അവൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ഓഫീസ് വാടകയ്ക്കെടുത്തു. പുതിയ മെഷീനുകൾ വാങ്ങി. കഴിവുള്ള എഞ്ചിനീയർമാരെ തന്റെ ടീമിലേക്ക് നിയമിച്ചു. സൈക്കിളിനായി കൊതിച്ചിരുന്ന ദീപക് ഇപ്പോൾ സ്വന്തം കാറിലാണ് സൈറ്റുകളിലേക്ക് പോകുന്നത്. എങ്കിലും സൈറ്റിലെത്തിയാൽ അവൻ തന്റെ തൊഴിലാളികൾക്കൊപ്പം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ നിങ്ങളുടെ മുതലാളിയല്ല, നിങ്ങളുടെ പങ്കാളിയാണ് എന്ന് അവൻ അവരോടെപ്പോഴും പറയും. മകൾ അൻവിക്കിപ്പോൾ 10 വയസ്സായി. അവൾ തന്റെ അച്ഛന്റെ വലിയൊരു പിന്തുണയായിരുന്നു. സ്കൂളിൽ നിന്നും മടങ്ങി വന്നാൽ അവൾ അച്ഛന്റെ ഓഫീസിലിരിക്കും. ദീപക് അവൾക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കും. എന്നാൽ മകളുടെ ഉള്ളിൽ ഒരിടത്ത് തന്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചുപോയി എന്നാണ് ദീപക് അവളോട് പറഞ്ഞിരുന്നത്. അവളുടെ സന്തോഷത്തിനായി അവൻ ആ സത്യം മറച്ചുവെച്ചു. ഒരു വൈകുന്നേരം ദീപക് തന്റെ ആഡംബര ഓഫീസിലിരുന്ന് നഗരത്തിന്റെ കാഴ്ചകൾ കാണുകയായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നു. ആ മഴ അവനെ 10 വർഷം മുമ്പുള്ള ആ രാത്രിയിലേക്ക് കൊണ്ടുപോയി. ആരാധ്യ തന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രി. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. അതൊരു പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. ദീപക് ഫോൺ എടുത്തു. അപ്പുറത്ത് കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. പിന്നീട് വിറക്കുന്ന ഒരു ശബ്ദം കേട്ടു. ദീപക്, ഇത് ഞാനാണ്, ആരാധ്യ. 10 വർഷങ്ങൾക്ക് ശേഷം ആ ശബ്ദം കേട്ടപ്പോൾ ദീപകിന്റെ കയ്യിലുണ്ടായിരുന്ന പേന താഴെ വീണു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷെ അത് പ്രണയം കൊണ്ടായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ച ആ വലിയ വേദനയുടെ ഓർമ്മകൾ കൊണ്ടായിരുന്നു. ദീപക്, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. ഞാനിപ്പോൾ വലിയ കഷ്ടപ്പാടിലാണ്. വിക്രം എന്നെ ചതിച്ചു. അവന്റെ ബിസിനസ് എല്ലാം തകർന്നു. അവൻ എന്നെ തെരുവിലേക്ക് തള്ളിവിട്ടു. പത്രത്തിൽ നിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് നീ ഇത്രയും വലിയ നിലയിലെത്തിയതെന്ന് ഞാൻ അറിഞ്ഞത്. പ്ലീസ്, എനിക്ക് നിന്നോട് സംസാരിക്കണം. ദീപക് ഒന്നും മിണ്ടിയില്ല. അവന്റെ കൺമുന്നിലൂടെ താൻ അനുഭവിച്ച പട്ടിണിയും അൻവി വിശന്നു കരയുന്ന രാത്രികളും കടന്നുപോയി. പണത്തിനു വേണ്ടി തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചവളാണ് ഇപ്പോൾ മാപ്പിനായി ചോദിക്കുന്നത്. അവൻ ശാന്തനായി പറഞ്ഞു, നാളെ രാവിലെ എന്റെ ഓഫീസിലേക്ക് വരൂ. ഫോൺ കട്ടായി. ദീപക് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അവന്റെ ഭൂതകാലം വീണ്ടും വാതിലിൽ മുട്ടുകയാണ്. പക്ഷെ ഇത്തവണ അവൻ പഴയ ആ പാവം ദീപക് അല്ല. നാളെ ആരാധ്യക്ക് നൽകാൻ അവന്റെ കയ്യിൽ ഒരു മറുപടിയുണ്ട്. പിറ്റേന്ന് രാവിലെ ദീപക് തന്റെ ആഡംബര ഓഫീസിലിരിക്കുകയാണ്. റിസപ്ഷനിസ്റ്റ് പറഞ്ഞതനുസരിച്ച് ആരാധ്യ അകത്തേക്ക് വന്നു. പണ്ട് ഫാഷനും അഹങ്കാരവും തലക്കു പിടിച്ച ആ സുന്ദരിയല്ലായിരുന്നു ഇന്നവൾ. കീറിപ്പറഞ്ഞ സാരിയും ക്ഷീണിച്ച മുഖവുമായി നിൽക്കുന്ന അവൾ ഒരു നിഴൽ പോലെ തോന്നി. ദീപകിനെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞു. ദീപക്, വിക്രം എന്നെ ചതിച്ചു. പണമെല്ലാം തീർന്നപ്പോൾ അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഞാൻ നരകത്തിലാണ്, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ദീപക് ശാന്തനായി അവളെ നോക്കിയിരുന്നു. ആരാധ്യ വീണ്ടും പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ. നമുക്ക് വീണ്ടും ഒരുമിച്ച് തുടങ്ങാം. എന്റെ മോൾ എവിടെ? എനിക്ക് എന്റെ അൻവിയെ കാണണം. ദീപക് എഴുന്നേറ്റ് നിന്ന് ശാന്തമായി പറഞ്ഞു, ആരാധ്യ, പുഴയിലെ വെള്ളം ഒരിക്കലും തിരികെ ഒഴുകാറില്ല. 10 വർഷം മുമ്പ് ആ ചോർന്നൊലിക്കുന്ന മുറിയിൽ നീ ഉപേക്ഷിച്ചു പോയ ദീപക് അന്നേ മരിച്ചുപോയി. എന്റെ മകൾക്ക് അവളുടെ അമ്മ മരിച്ചുവെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ വിഷം എന്റെ മകളുടെ സന്തോഷത്തിലേക്ക് പടർത്താൻ ഞാൻ അനുവദിക്കില്ല. ആരാധ്യക്ക് അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു ചെറിയ തൊഴിൽ സ്ഥാപനത്തിൽ ശുപാർശ നൽകി. ഇത് നിനക്ക് ജീവിക്കാനുള്ള വഴിയാണ്, അല്ലാതെ എന്റെ ജീവിതത്തിലേക്കുള്ള വഴിയല്ല, ദീപക് വ്യക്തമാക്കി. ആരാധ്യ തല താഴ്ത്തി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വന്തം കർമ്മഫലം അനുഭവിച്ചു തീർക്കേണ്ടവളായി അവൾ മാറി. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഹൃദയത്തിൽ ഉണ്ടായ ആ വലിയ മുറിവ് ഇന്ന് പൂർണ്ണമായും ഉണങ്ങിയതായി ദീപകിന് തോന്നി. ആരാധ്യയുമായുള്ള ആ അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീപകിന്റെ മനസ്സിൽ ഒരു വലിയ ശാന്തത കൈവന്നു. വർഷങ്ങളായി തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭൂതകാലത്തിന്റെ നിഴലുകൾ മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ അവന്റെ ലോകം അൻവിയും അവളുടെ സ്വപ്നങ്ങളുമാണ്. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി.
അൻവി ഇപ്പോൾ 20 വയസ്സുള്ള മിടുക്കിയായ പെൺകുട്ടിയായി വളർന്നു. അവൾ അച്ഛനെ പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അൻവി കൺസ്ട്രക്ഷൻസിന്റെ ഓരോ ചുവടുവെപ്പിലും അവൾ ദീപക്കിനൊപ്പം ഉണ്ടായിരുന്നു. ദീപക് അവളെ വെറും ഒരു കമ്പനി ഉടമയുടെ മകളായല്ല വളർത്തിയത്, മറിച്ച് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ വിലയറിയുന്ന ഒരു മനുഷ്യനായാണ്. ദീപക്കും അൻവിയും ചേർന്ന് ആര്യ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ജീവകാരുണ്യ സംഘടന ആരംഭിച്ചു. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സ്കൂളിൽ പോകാൻ വകയില്ലാത്ത കുട്ടികൾക്ക് പുസ്തകങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യുമ്പോൾ ദീപക് തന്റെ പഴയ ആ ചെറിയ മുറിയും അൻവി വിശന്ന് കരഞ്ഞ രാത്രികളും ഓർക്കും. തന്റെ മകൾക്ക് ലഭിച്ച ഭാഗ്യങ്ങൾ ഈ ലോകത്തെ മറ്റെല്ലാ കുട്ടികൾക്കും ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നടന്ന ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ദാന ചടങ്ങിൽ ദീപക്കും അൻവിയും ക്ഷണിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ദീപക് വേദിയിലേക്ക് നടന്നു. ആ പഴയ പരിക്കേറ്റ കാൽ ഇന്ന് അവന് തടസ്സമല്ല. അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ മൈക്കിലൂടെ സംസാരിച്ചു. രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ഒന്ന് സാഹചര്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവർ, രണ്ട് സാഹചര്യങ്ങളെ തങ്ങൾക്കനുസരിച്ച് മാറ്റുന്നവർ. 10 വർഷം മുമ്പ് ഞാനൊരു മുടന്തനായ കൂലിപ്പണിക്കാരനായിരുന്നു. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. എന്റെ കുഞ്ഞിന് ഭക്ഷണം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. പലരും പറഞ്ഞു ഞാൻ തീർന്നുവെന്ന്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ സ്വയം തോൽക്കാത്തിടത്തോളം ലോകത്ത് ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഹാളിൽ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അൻവി വേദിയിൽ വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു തുളുമ്പി. എന്റെ അച്ഛനാണ് എന്റെ ഹീറോ. കൊട്ടാരത്തിൽ താമസിക്കുന്നവരല്ല പണക്കാർ, വലിയ മനസ്സുള്ളവരാണ് യഥാർത്ഥ പണക്കാരെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അൻവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദീപകിന്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് രാത്രി വീട്ടിലിരിക്കുമ്പോൾ അൻവി അവന് കോഫി നൽകിക്കൊണ്ട് ചോദിച്ചു, അച്ഛാ, എന്താണ് ആലോചിക്കുന്നത്? ദീപക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല മോളെ, ഞാൻ എന്റെ ജീവിതത്തിന്റെ കണക്കെടുക്കുകയായിരുന്നു. പോയതിനെ കുറിച്ച് സങ്കടമില്ല, ഉള്ളതിനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ആ തണുത്ത കാറ്റിൽ മകളുടെ തണലിൽ ഇരിക്കുമ്പോൾ ദീപക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം അനുഭവിച്ചു. തോൽക്കാൻ തയ്യാറാകാത്ത ഓരോ മനുഷ്യനും ഒരു വലിയ വിജയത്തിന്റെ കഥ പറയാനുണ്ടാകുമെന്ന് അവൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു.